ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടെ ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ ജയിച്ച് ഒരു അഭിമുഖത്തിന് കാത്തിരിക്കുന്ന ദിവസം വരുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു അപകടമുണ്ടായാലോ എല്ലാം തെറ്റും അല്ലേ? ആകെ തളർന്നു പോകും, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. അങ്ങനെ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായത്. എന്നാൽ അത്തരത്തിലൊരു അപകടം കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയ്ക്ക് വന്നപ്പോൾ ഗ്രീഷ്മയ്ക്ക് രക്ഷകരായി എത്തിയത് അഗ്നിരക്ഷാ ജീവനക്കാർ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അപകടത്തിൽ വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ ഒക്കെ രക്ഷയായി എത്തുന്നതാണ് ആംബുലൻസുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ. കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയുടെ ജീവിതത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകി കൂടെ നിന്നത് ആംബുലൻസും അഗ്നിരക്ഷാ പ്രവർത്തകരുമായിരുന്നു. നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശി ഗ്രീഷ്മയ്ക്ക് ജീവിതത്തിലെ കാത്തുകാത്തിരുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. PSC അഭിമുഖത്തിന് പോകുന്നതിനിടെ പറ്റിയ ഒരു വാഹനാപകടം. അത് തന്റെ ജീവിതം തകർക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ച ഗ്രീഷ്മയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ സംഗതികളാണ് കഴിഞ്ഞ ദിവസം ജീവിതത്തിലുണ്ടായത്. PSC ഓഫീസിലേക്ക് അഭിമുഖത്തിന് പോവുകയായിരുന്നു. അതിനിടയിൽ ഒരു അപകടമുണ്ടായി. അതിൽ പരിക്കേറ്റ ഗ്രീഷ്മയ്ക്ക് രക്ഷയായി അഗ്നിരക്ഷാസേന എത്തി. അപകട സ്ഥലത്ത് നിന്ന് ഗ്രീഷ്മയെ ആശുപത്രിയിലും അവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ PSC ഓഫീസിലും ആംബുലൻസിൽ തന്നെ എത്തിക്കുകയായിരുന്നു. ഇതോടെ കൃത്യസമയത്ത് തന്നെ യുവതിക്ക് അഭിമുഖത്തിന് ഹാജരാകാൻ സാധിച്ചു. നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശിയാണ് ഗ്രീഷ്മ. വെള്ളിയാഴ്ച രാവിലെ മ്യൂസിയം വകുപ്പിലെ ബയോളജിസ്റ്റ് തസ്തികയിലേക്ക് അഭിമുഖമുണ്ടായിരുന്നു. പട്ടം PSC ആസ്ഥാനത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ വെച്ച് കാറുമായി കൂട്ടിയിടിച്ച് പരിക്ക് പറ്റിയത്. അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിലാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് സാരമുള്ളതായിരുന്നില്ല. അപ്പോഴാണ് യുവതി PSC അഭിമുഖത്തിന് പോയതാണ് എന്ന ഉദ്യോഗസ്ഥർ അറിഞ്ഞത്. അപ്പോൾ സമയം 9:45. കഷ്ടിച്ച 5 മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കാലിന് പരിക്ക് പറ്റിയത് കാരണം ഗ്രീഷ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലിക്കാര്യമല്ലേ, അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിൽ തന്നെ ഗ്രീഷ്മയെ PSC ഓഫീസിൽ എത്തിച്ചു. PSC ഓഫീസിലെ വീൽചെയറിൽ അഭിമുഖ ബോർഡിന് മുന്നിൽ എത്തിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. അപ്രതീക്ഷിതമായി ലഭിച്ച സഹായത്തിന് ഗ്രീഷ്മ ഉദ്യോഗസ്ഥരോട് നന്ദിയും പറഞ്ഞു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ വിഷ്ണുനാരായണൻ, ജിനു, ശ്രീരാജ്, രാമകൃഷ്ണ, ശരണ്യ, സനൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഗ്രീഷ്മയെ സഹായിക്കാൻ എത്തിയത്. എന്തായാലും ഈ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം ആ ഒരു അവസരത്തിൽ വളരെയധികം ആശങ്കയോടുകൂടി തന്നെ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിച്ച ഗ്രീഷ്മയ്ക്ക് ആ ജോലി വളരെ പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന ആശംസയും. ഇതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്ന് പരീക്ഷയ്ക്ക് എത്തിയ ഒരു +1 വിദ്യാർത്ഥിക്ക് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ രക്ഷകരായത് കഴിഞ്ഞ പരീക്ഷാകാലത്താണ്. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയ്ക്ക് എത്തിയപ്പോഴാണ് ആലിപ്പറമ്പ് പാറക്കണ്ണി സ്വദേശിയായ വിദ്യാർത്ഥി ഹോൾ ടിക്കറ്റ് കൈവശമില്ല എന്ന് അറിഞ്ഞത്. സമയം 9:30. 9:30 പരീക്ഷ ആരംഭിക്കുന്നത്. എത്രയും വേഗം 16 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലെത്തി ഹോൾ ടിക്കറ്റ് എടുത്തു വരാനായി പിന്നെ ശ്രമം. കൂട്ടുകാരനെയും കൂട്ടി 8:50 പാലക്കാട്ടേക്കുള്ള സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ കയറി. അതേ ബസ്സിലായിരുന്നു പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ഓഫീസർ മുഹമ്മദ് ഷിബിൻ ഉണ്ടായിരുന്നത്. ബസ് കരിങ്കല്ലത്താണിയിൽ എത്തുമെന്ന് ഉത്കണ്ഠയോടെ കുട്ടികൾ കണ്ടക്ടറോട് ചോദിക്കുന്നത് ഇദ്ദേഹം കേൾക്കുന്നു. യാത്രക്കാരെ കയറ്റി ഇറക്കി പോകുന്നതിനാൽ 9:15 ആകുമെന്ന് ബസ്സുകാർ പറഞ്ഞു. ഇതോടെ കുട്ടി വിഷമിക്കുന്നത് കണ്ടാണ് ഷിബിൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നും വിളിച്ചു പറയാൻ ഫോൺ കൈവശമില്ല എന്നും കുട്ടി പറഞ്ഞു. ഇതോടെ വിഷമിക്കേണ്ടതും അഗ്നിരക്ഷാ നിലയത്തിലെത്തി അവിടെയുള്ള വാഹനത്തിൽ വീട്ടിൽ പോയി ഹോൾ ടിക്കറ്റ് എടുക്കാമെന്നും ആശ്വസിപ്പിച്ചു. ഷിബിന്റെ ഫോണിൽ അമ്മയെ വിളിച്ച് ഹോൾ ടിക്കറ്റുമായി കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ പറഞ്ഞു. അപ്പോഴേക്കും സീനിയർ ഫയർ ഓഫീസർ സജിത്ത് തന്റെ സ്കൂട്ടറുമായി തയ്യാറായി. 9 കുട്ടിയുമായി 12 കിലോമീറ്റർ അകലെയുള്ള കരിങ്കല്ലത്താണിയിലേക്ക് പോയി. ഇവരെത്തുന്നതിന് മുൻപേ അമ്മ ഹോൾ ടിക്കറ്റുമായി എത്തിയിരുന്നു. 9:25 കുട്ടിയെ സ്കൂളിലെത്തിച്ചു. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ ശരിക്കും ഒരു ദൂതരായി എത്തുന്ന, ദൈവദൂതരെ പോലെ എത്തുന്നവർ തന്നെയാണ് ഇവർ എന്ന് പറയേണ്ടി വരും. അതിപ്പോൾ അഗ്നിരക്ഷാസേനയായാലും മറ്റ് സേവനങ്ങൾ, ജനങ്ങൾക്ക് സേവനം നൽകുന്ന ഏത് സർവീസ് ആയാലും അവരെല്ലാവരും ഏത് സമയത്തും ഏത് അപകടത്തിലും ജനങ്ങളെ സേവിക്കാൻ സജ്ജരായിട്ടുള്ളവരാണ്. അത്തരത്തിലൊരു സമൂഹം നമ്മുടെ ചുറ്റും ഇനിയും രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.